നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം 2 പ്രാവശ്യം ഈ രാജ്യം മൊത്തം സഞ്ചരിച്ചു. ഒന്ന് ഭാരത് ജോഡോ യാത്രയും മറ്റൊന്ന് ഭാരത് ന്യായ് യാത്രയും. രാഹുൽ ഗാന്ധിയുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ വിജയം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തി ധ്രുവ റാട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എത്രത്തോളം ജനങ്ങളെ ബാധിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നതിന് തെളിവാണ് യു പിയിലൊക്കെ നമുക്ക് കിട്ടിയ നല്ല റിസൾട്ടുകൾ. അത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു സാധാരണ വെറും ഒരു യൂട്യൂബറല്ല. അദ്ദേഹമാണ് യഥാർത്ഥ ഒരു രാജ്യസ്നേഹി, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കണമെന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ്. അവർക്കൊക്കെ പോത്തുംകാല് കറി വെക്കാനും നാട് മൊത്തം നടന്ന് ഫുഡ് വ്ളോഗ് ചെയ്യാനും അല്ലാതെ ഈ രാജ്യത്തെ സർക്കാരുകൾ പടച്ചുവിടുന്ന നുണകൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അപകടത്തിലാണ്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്, അതിൻ്റെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുവരെ പറ്റുന്ന ഒരു യൂട്യൂബറും കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു വ്യക്തിക്ക് പല ആൾക്കാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, നീ ഒരാൾ വിചാരിച്ചാൽ ഈ നാട് നന്നാവുമെന്ന്. ഒരാൾ വിചാരിച്ചാൽ നാട് നന്നാക്കാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ധ്രുവ റാട്ടി എന്ന വ്യക്തി. ആ ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ എത്ര കോടി ജനങ്ങളിലേക്ക് എത്തി. ആ എത്തിയതിൻ്റെ പ്രതിഫലം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനും കഴിഞ്ഞു. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ അത്രയും നന്നാവും. അത് വെറുതെയാണ്. ഒരാൾ വിചാരിച്ചാൽ നാട് നന്നാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ അത്രത്തോളം നന്നാവും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സ്വന്തം ഫോട്ടോ കിട്ടുന്ന ലൈക്കും ആസ്വദിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മറ്റൊരാൾ ഇടുന്ന നല്ല പോസ്റ്റുകൾക്ക്, നല്ല വീഡിയോകൾക്ക് ഒരു ലൈക്ക് പോലും അടിക്കാൻ മടിക്കുന്ന, സ്വന്തം ഫോട്ടോയ്ക്ക് വരുന്ന ലൈക്കിനെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഫേസ്ബുക്ക് ജീവികളും ഇൻസ്റ്റാഗ്രാം ജീവികളുമുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ ധ്രുവ റാട്ടി എന്ന ചെറുപ്പക്കാരനെ കണ്ടു പഠിക്കണമെന്ന് തന്നെ അത് മാത്രമേ അവരോട് പറയാനുള്ളൂ. മൂന്നാമതായിട്ട് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സംഘാടകരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇത്ര വൃത്തികെട്ടൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും മോഡിയും അമിത്ഷായും എത്രയെത്ര വർഗീയ പ്രസംഗങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടും ഒരു ശാസന പോലും നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. മോഡിക്ക് എന്തും പറയാം, മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല എന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട്. അതിനെ എന്താ പറയുക, ഏറ്റവും മോശമായ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു പ്രാവശ്യം 2024 തെരഞ്ഞെടുപ്പ് നടന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ നയിച്ചതും. അത് പറയാതിരിക്കാൻ കഴിയില്ല.